ഈ ഒരു റേപ്പ് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും പിന്നെ ഈ റേപ്പ് വിക്ടിമിനെ കൊണ്ട് ഓറൽ സെക്സ് ചെയ്യാനായിട്ട് ഒരു കാരണവശാലും ഫോഴ്സ് ചെയ്യത്തില്ല. പക്ഷെ മെമ്മറി കാർഡിൽ അങ്ങനെയാണ്. ഇല്ല, ഈവൻ തോക്ക് ചൂണ്ടിക്കൊണ്ട് കഴുത്തിൽ തോക്ക് വെച്ചോണ്ട് ചെയ്യാൻ പോലും. എന്താ കാര്യം? ഈ ഓറൽ സെക്സിന് സമയത്ത് ഈ വിക്ടിം, കാരണം സകലത നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വിക്ടിം ഒറ്റ സെക്കൻഡ് കടിച്ചു മുറിച്ചു കളയൂലേ? ഭാഗ്യലക്ഷ്മി ഉറപ്പായും കൊടുങ്ങും എന്നാണ് സാറ് കൃത്യമായിട്ട് പറഞ്ഞു വരുന്നത്. ഉറപ്പായിട്ടും അതങ്ങനെ പറയാൻ പാടില്ല. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളാണ് ദിവസം കഴിയുന്തോറും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ചില സംശയങ്ങൾ, സാധാരണക്കാർക്ക് തോന്നുന്ന സംശയങ്ങൾ, അത് നമുക്ക് നിയമവിദഗ്ധനായ ഡോക്ടർ പി വിജയൻ സാറുണ്ട് പരിഹരിക്കാൻ, ആമോദ് മാഷുണ്ട്. പക്ഷേ നമുക്കുള്ള ചില സംശയങ്ങൾ ചിലത് ഞാൻ പറയാം. ഇവിടെ ഈ അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടി, ഈ പെൺകുട്ടിയെ റേപ്പ് ചെയ്തു, ഇതാണ് ഒരു കാര്യം പറയുന്നത്. ഇതേ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ഓറൽ സെക്സിൻ്റെ ചില ദൃശ്യങ്ങൾ ഈ മെമ്മറി കാർഡിലുണ്ട്, അല്ലെങ്കിൽ ഇത് കണ്ടു എന്ന് പറയുന്നത്. ഇതിനകത്ത് ചില സംശയങ്ങളുണ്ട്. ഇനി അടുത്തത്, ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പ്രോസിക്യൂട്ടർമാർ വന്നിട്ടുണ്ട്. ഈ പ്രോസിക്യൂട്ടർമാർ പറഞ്ഞു ഇവിടുന്ന് നീതി കിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇട്ടേച്ചു പോകുന്നു. ഈ രീതിയിലൊക്കെ വാർത്ത വരികയാണ്. അപ്പോൾ സാധാരണക്കാരുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള പല സംശയങ്ങളുണ്ട്. എങ്ങനെയൊന്ന് ദൂരീകരിക്കാൻ പറ്റിയതിനെ? ഓക്കെ, അപ്പം ഞാനിങ്ങനെ കേട്ടു 2 പ്രോസിക്യൂട്ടർമാർ വിട്ടിട്ട് പോയത്. സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മളൊരു ഡിഫൻസ് വക്കീലാണെങ്കിൽ ഈ തോക്കും എന്നറിഞ്ഞാലും വിജയിക്കാനായിട്ട് ലാസ്റ്റ് മൊമെൻറ്റ് വരെ നമ്മൾ നോക്കും. പക്ഷെ നമ്മൾ എവിഡൻസസ് എടുത്ത് പരിശോധിച്ചിട്ട് വിജയിക്കാനുള്ള സാധ്യത ഇല്ലെങ്കിൽ ഒരു പ്രോസിക്യൂട്ടറായിട്ട് ഒരാളും റിസ്ക് എടുക്കില്ല. കാരണം ഞാനിതിനകത്ത് നോക്കിയിട്ട് അന്ന് മുതൽ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ച ആൾക്കാരോട് ഞാൻ പറയാറുണ്ട്, പല ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, ഇതിനകത്തൊരു മോട്ടീവില്ല. എപ്പോഴും ഒരു റേപ്പിസ്റ്റ് റേപ്പ് ചെയ്യുമ്പോഴത്തേക്കും അവൻ്റെ ആ കാമമാണ് അവന് മെയിനായിട്ടുള്ളത്, അല്ല അവൻ്റെ ചിലപ്പോൾ പക്ഷേ ഒരു വൈകല്യമായിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും അവനൊരു മോട്ടീവുണ്ട്. പക്ഷേ കൊട്ടേഷൻ കൊടുത്ത് പൈസ കൊടുത്ത് വേറൊരാളെ റേപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ അയാളുടെ മോട്ടീവ് പ്രൂവ് ചെയ്യണം. സാധാരണ ഒരു അഡ്വക്കേറ്റിന് എവിഡൻസസ് എടുത്ത് നോക്കുമ്പോൾ മോട്ടീവ് ഇല്ല എന്നുണ്ടെങ്കിൽ, തെളിയിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ കണ്ടിന്യൂ ചെയ്യത്തില്ല. വളരെ സിമ്പിളാണ്. 2 പേര് ഒഴിഞ്ഞു പോയതിൻ്റെ കാര്യത്തിനകത്ത് ഭയങ്കര സിമ്പിളാണ്. സാർ, മോട്ടീവ് ഇല്ല എന്ന് പറയുന്നതും മോട്ടീവ് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നതും അല്ല, നമ്മൾ കോടതിയിലൊരു അങ്ങോട്ട് നമുക്കിപ്പോൾ ഈ മുറിക്കകത്ത് വെച്ച് നമുക്ക് ആലോചിക്കാം. ഇങ്ങനൊരു സംഭവം ഏത് റേപ്പിസ്റ്റും ചെയ്യുമ്പോൾ റേപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യനെ റേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും ആ ഒരു പ്രത്യേക അവസ്ഥയിലുള്ള ആൾക്കാർക്ക് റേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നോർമൽ ഒരു മനുഷ്യനെ റേപ്പ് ചെയ്യാൻ പറ്റില്ല, കൺസെൻറ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ശക്തമായിട്ട് റേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ ആ ശക്തമായ ഒരു മോട്ടീവ് വരണം. അപ്പോൾ ആ മോട്ടീവ് വേറൊരാൾ പൈസ കൊടുത്താൽ അങ്ങനെ മോട്ടീവ് വരുന്നില്ല. പൈസ കൊടുത്ത കഴിഞ്ഞേക്ക് പൈസ കൊടുക്കുന്ന ആളിന് എന്താ മോട്ടീവ്? തീർച്ചയായിട്ടും ഉണ്ട് സർ. ഇതിപ്പോ നമ്മുടെ കോടതിയിൽ വന്നതും പ്രൂഫൊന്നും നമ്മൾ അല്ല, കോടതി വിട് പുറത്തു വന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇതിനകത്തൊരു മാഡം ഉണ്ട്. ആ മാഡം എന്തൊക്കെ പറഞ്ഞാലും കുടുംബം അല്ലെങ്കിൽ കുടുംബപരമായ ഈ ബന്ധപ്പെട്ട പുരുഷനുമായി ഒരു പുരുഷനെ പല കാലങ്ങളിൽ പലതരത്തില് വൈകാരികമായ ബന്ധമുള്ള 3 സ്ത്രീകൾ ഇതിലുണ്ട് പ്രധാനമായിട്ടും. അവരിതിൽ ബന്ധപ്പെട്ടവരാണ്. അതിലൊരാളാണ് ഈ മാഡം. ആ മാഡത്തിന് വേണ്ടത് എന്നെ അപമാനിക്കുന്ന വിധത്തിൽ അപവാദ പ്രചരണം നടത്തിയ ആളെ ഭൂമിയിൽ ഏറ്റവും ക്രൂരമായി അപമാനിച്ചതിന്റെ ദൃശ്യം എനിക്ക് കാണണം എന്നാണ് ഇതിന്റെ മോട്ടീവ് എന്ന് കൃത്യമായിട്ട് പറയുന്നത്. ആ മോട്ടീവിന് പക്ഷെ പ്രൂഫ് ഇല്ല, കോടതിയിൽ തെളിയിച്ചിട്ടില്ല എന്നൊക്കെ സാറിന് പറയാം. അല്ല, അങ്ങനല്ല. പക്ഷെ അങ്ങനെ മോട്ടീവ് 2 സ്ത്രീകൾക്കിടയിൽ വർക്ക് ചെയ്തുകൂടാ എന്ന് സൈക്കോളജിക്കലി നമുക്ക് പറഞ്ഞു. ഞാൻ ഈ നിയമത്തിനകത്ത് കൂടാതെ ഞാനൊരു സൈക്കോളജിസ്റ്റ് കൂടിയാണ്. ആണോ? അപ്പോൾ ഞാൻ സൈക്കോളജിസ്റ്റ് കൂടിയാണ്. സൈക്കോളജിയിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ശരി. ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസാണ് സാധാരണ ഇത് എനിക്ക് വരുന്നത്, വ്യക്തിപരമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് അയാളെ തേജോവധം ചെയ്തു, ഇല്ല അയാളുടെ റെപ്യൂട്ടേഷൻ കളഞ്ഞു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വേറൊരാൾക്ക് കാശ് കൊടുത്ത് റേപ്പ് ചെയ്യുക. സാധാരണഗതിയിൽ ഒരു 7ാം ക്ലാസ് കുട്ടിയുടെ ബുദ്ധിയെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം ഇത് കേസാകുമ്പോൾ എന്നിലേക്ക് ഇത് വരൂലേ, ഞാൻ കുടുങ്ങൂലേ. ഇത് കൊടുക്കുന്നു എന്ന് പറയുന്ന ആളിൻ്റെ പെട്ടെന്ന് ചിന്തിക്കുന്നത്, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്നെ തേജോവധം ചെയ്തതുകൊണ്ട് വൈരാഗ്യം എന്നും പറഞ്ഞ് ചെയ്യുവാണെങ്കിൽ സാമാന്യ ബുദ്ധിയിൽ നാളെ എന്തായാലും ഞാൻ കുടുങ്ങൂലേ.
ഒരു വാശിക്ക് വേണ്ടിയിട്ടോ ഒരു സൗന്ദര്യപ്പണക്കത്തിന് വേണ്ടിയിട്ടോ. ഒന്നാമത്തെ കാര്യം, ഒരു സ്ത്രീ, ഒരു കാരണവശാലും ഒരു സ്ത്രീ വേറൊരാളെ റേപ്പ് ചെയ്യാനായിട്ട് ഒരു കൊട്ടേഷൻ കൊടുക്കാൻ കൂട്ടു നിൽക്കില്ല. ഒരു സ്ത്രീയുടെ മെൻ്റൽ ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സ്ത്രീകൾ പൊതുവെ എമ്പതി കൂടുതലുള്ളവരാണ്. അപ്പോൾ മറ്റൊരാളെ പോയി റേപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ ഒരിക്കലും കൊട്ടേഷൻ കൊടുക്കില്ല. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഈ കാശ് കൊടുത്ത് ഒരാളെ റേപ്പ് ചെയ്തൊരു ചരിത്രവും ഇല്ല. പിന്നെ ഒരു സ്ത്രീ വേറൊരാൾക്ക് കാശ് കൊടുത്തിട്ട് നീ പോയി റേപ്പ് ചെയ്ത് അവളെ അവമാനിക്കാൻ പറഞ്ഞൊരു കേസും ഇല്ല. ചിലപ്പോൾ തോക്കൊണ്ട് ചിലപ്പോൾ വെടിവെച്ച് കൊല്ലുമായിരിക്കും. സാധാരണ മനുഷ്യന്റെ മാനസികാവസ്ഥയും ഒരു ഹാബിച്വൽ ക്രിമിനലിന്റെ മാനസികാവസ്ഥയും സാറ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ ഒരുമിച്ച് വായിക്കുന്നത് ശരിയാവുമോ? ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പം ഇതിൽ ആരോപിതമായിട്ടുള്ള ആർക്കും തന്നെ ഒരു ക്രിമിനൽ റെക്കോർഡ്സും ഇല്ല, ഒരു എക്സെൻട്രിക് ഇഷ്യൂ ഇല്ല, ഒരു മെൻ്റൽ ഡിസോർഡറിൻ്റെ ഒരു സാധനം. കാരണം ഇവരെല്ലാം വ്യക്തമായി കേരള സമൂഹം നേരെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവരുടെ ജീവിതങ്ങൾ എടുക്കുമ്പോഴത്തേക്കും ഈ സാധാരണ ഇതിലൊരു ഡിസോർഡർ ഉള്ള ആളിന് വേണം നമുക്ക് ചെയ്യാം. അങ്ങനത്തെ ഒരു ഡിസോർഡർ ഉള്ള ആളെ ഇതിനകത്ത് ഇൻവോൾവ് ആൾക്കാർ ആരും തന്നെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളില്ല. ന്യായമായിട്ടും ഇങ്ങനൊരു സാധനം കൊടുത്തിട്ട് നിങ്ങൾ റേപ്പ് ചെയ്യൂ എന്നും പറഞ്ഞ ഒരാളെ ഏൽപ്പിക്കുമ്പോഴത്തേക്ക് ഈ സാധനം എൻ്റെ തലയിൽ വരൂലേ? ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും ചിന്തിക്കും ഈ സാധനം നാളെ എൻ്റെ പേരിൽ തരൂലേ, ഞാനതിൽ പെട്ടുപോകൂലേ? അത് അത്ര ചിന്തിക്കുന്ന ബുദ്ധിയല്ല സർ. പലപ്പോഴും നമ്മൾ ഈ പെൺബുദ്ധി എന്നൊക്കെ പറയുന്ന പ്രയോഗം അപ്പൊളിറ്റിക്കലാവാം. എങ്കിലും ഈ പ്രതികാരം മൂത്തു നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ, ആ വൈകാരികാവസ്ഥയിൽ പലപ്പോഴും ഇതിന് ഭവിഷ്യത്തുകളെ കുറിച്ച് ആലോചിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല ആർക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തന്നെ സാർ, ഈ കോടതിക്കെതിരായി അതിജീവിതം ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇന്ന് ദേശീയ മാധ്യമങ്ങളുടെ പ്രധാന തലക്കെട്ടുകൾ, പ്രധാന വാർത്തയാണ്. അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ 3 തവണ ഇല്ലീഗലായി ഈ പെൻഡ്രൈവ് അല്ലേ, പെൻഡ്രൈവ് അല്ലേ അത്, മെമ്മറി കാർഡിന് ആക്സസ് ഉണ്ടായി. അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഒരു അന്വേഷണത്തിനും കോടതി തയ്യാറായില്ല എന്നാണ് ഒന്നാമത്തെ കാര്യം. എനിക്ക് അറിയാൻ താല്പര്യമുള്ള 3 കാര്യം സാറിനോടാണല്ലോ ചോദിക്കേണ്ടത്. മീൻസ് റൈറ്റ് പേഴ്സണെ കിട്ടിയതുകൊണ്ട് ചോദിക്കുകയാണ്. അത് ചോദിക്കുന്ന ഒരു അന്വേഷണത്തിന് പോലും കോടതി ഉത്തരവിട്ടില്ല. 2, സാർ ഞാൻ പറഞ്ഞ 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു പോയി. ഈ കോടതിയിൽ നീതി പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടല്ല ഞാൻ സാർ പറഞ്ഞോളൂ. പ്രോസിക്യൂട്ടർമാര് ഒഴിവാക്കി പോകാനുള്ള കാരണം ആ മോട്ടീവ് പ്രൂവ് ചെയ്യാൻ ആ പ്രോസിക്യൂട്ടറെ കൊണ്ട് അസാധ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ അവരുടെ നിസ്സഹായാവസ്ഥയിൽ പോയതാണ്. അവരുടെ മോട്ടീവ് ഒരു കാരണവശാലും ഈ മോട്ടീവ് പ്രൂവ് ചെയ്യാൻ അവരെ കൊണ്ട് അസാധ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. ഈ കോടതിയിൽ നിന്ന് നീതി കിട്ടൂല എന്ന് എന്നോട് ഈ 2 പ്രോസിക്യൂട്ടർമാരും പറഞ്ഞു എന്ന് അതിജീവിത ഇന്ന് പറയില്ല. നീതി കിട്ടുമെന്ന് ആയിരിക്കത്തില്ല പറഞ്ഞു, നീതി കിട്ടുന്നില്ല എന്നല്ല പറഞ്ഞു. അല്ല, അങ്ങനെയാണ്. ഇന്നത്തെ മലയാള പത്രത്തിൽ അവരുടേതായ ഒരു കത്ത് പ്രസിദ്ധീകരിക്കുന്നു. ആ കത്തിൽ എഴുതിയേക്കുന്ന വാദ്യം എങ്ങനെയാണ്, ഈ 2 പ്രോസിക്യൂട്ടർമാരും പറഞ്ഞിരിക്കുന്നു ഈ കോടതിയിൽ നിന്ന് നമുക്ക് നീതി പ്രതീക്ഷിക്കാം. അല്ല, ഈ ശരിക്കും പറഞ്ഞാൽ ഈ ക്ലാസ് ഈ സമയത്ത് പിന്നെ 8 വർഷത്തിന് മുമ്പ് ഇത് ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ ഞാനെടുത്തൊരു ക്ലാസ്സിൽ ഞാനവരോട് പറയുന്നുണ്ട്, അവിടെ നീതി കിട്ടൂല എന്നല്ല ഞാൻ ഉപയോഗിച്ചത്. ഒരിക്കലും ഈ കേസിൻ്റെ മോട്ടീവ് തെളിയിക്കപ്പെടത്തില്ല. എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതേ ചോദ്യമാണ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ക്ലാസ്സിൻ്റെ ഈ ഒരു വിഷയത്തിൻ്റെ മോട്ടീവ് ഇപ്പം തൊട്ട് മുമ്പേ ഉന്നയിച്ചൊരു സംഭവം ഉണ്ടല്ലോ, തങ്ങൾ ഉന്നയിച്ചൊരു സംഭവം, അതായത് ഒരു പെൺബുദ്ധിക്ക് ഒരു മണ്ടത്തരം കയറി അങ്ങനെ ഏൽപ്പിക്കാൻ പറ്റുമോ? അല്ല, പെൺബുദ്ധി മോശമായിട്ട് പറയുന്നില്ല ഞാൻ പറഞ്ഞത്. ഈ പ്രതികാര വാഞ്ചയിൽ നിൽക്കുന്ന ഒരു ബുദ്ധി ഇല്ല മനസ്സ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സ്ത്രീകൾ ഭയങ്കര കമ്പാഷനേറ്റാണ്. ഈ റേപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം പുരുഷൻ ഫീൽ ചെയ്യുന്ന പോലെ അല്ല ഒരു സ്ത്രീ കാണുന്നത്. മറ്റൊരു സ്ത്രീയോട് ചെയ്യാവുന്നതിൽ ഏറ്റവും ക്രൂരമായി ആർക്കും സഹിക്കാൻ പറ്റത്തില്ലാത്തൊരു ഒഫൻസാണ്. അപ്പം എൻ്റെ ഒരു സന്ദേഹം അപ്പോഴും ബാക്കി നിൽക്കുന്നു സാർ. ഒരാളുടെ ഭാര്യയായി പോയി കഴിഞ്ഞിട്ട് നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് മുഴുവൻ ഹിസ്റ്ററിയും സാറിന് അറിയാം. ഒരാളുടെ ഭാര്യയായി മാസങ്ങളോളം കഴിയുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് നേരത്തെ റിലേഷൻ സ്ഥാപിച്ച ഒരാളുമായിട്ട് നിരന്തരം കോൺസ്പിറസിയോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനോ നടത്തുകയും അതൊക്കെ പുറത്തു വന്ന വിവരങ്ങളാണ്. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്രിമിനൽ മനസ്സോ അല്ലെങ്കിൽ ഒരു സമർത്ഥമായൊരു മനസ്സോ കീപ്പ് ചെയ്യുന്ന ഒരാൾക്ക് ഇതിലപ്പുറം തോന്നിക്കൂടെ സർ? ഇല്ല, ഈ മൂന്ന് ഞാൻ പറഞ്ഞ നിയമത്തിൻ്റെ എവിഡൻസ് വെച്ചിട്ടല്ല, അത് 2 നമുക്ക് കൂട്ടാം.
ഈ 3 പേരെ സംബന്ധിച്ചിടത്തോളം അവർ സൈക്കോളജിക്കൽ ഡിസോർഡർ, കാരണം പബ്ലിക് പേഴ്സണാലിറ്റീസാണ്, ഇവരെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഇതുവരെ നമുക്ക് ഒട്ടും തോന്നിയിട്ടില്ല 3 അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3 പേരിൽ ആരും ഇതൊരു കൊട്ടേഷനായിട്ട് കൊടുക്കാൻ ചാൻസ് ഇല്ല. തന്നെയല്ല, ഒരു അങ്ങനെ കൊടുത്ത് ഈ പർട്ടിക്കുലർ ആൾ റേപ്പ് ചെയ്യപ്പെട്ടത് കൊണ്ട് മറ്റേ ആൾക്കൊരു ബെനിഫിറ്റ് ഉണ്ടാകണം, എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകണം. ആ നേട്ടം ലാക്കിംഗ് ആണ്. സമാനമായൊരു സംഭവവും കൂടി ചേർത്ത് സാറ് ഒന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും. എന്നിട്ടൊരു ആൻസർ പറഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ സൈക്കോളജിക്കലി ഏതെങ്കിലും തരത്തിൽ ഇല്ലാണെന്നോ സിക്കാണെന്നോ സാറിന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ഈ പബ്ലിക് ഫിഗറാണ്, ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ അദ്ദേഹത്തിനുണ്ട്. സ്റ്റിൽ സാറ് വിശ്വസിക്കുന്നു അദ്ദേഹം മെന്റലി ഇല്ലാണ്? വളരെ വ്യക്തമായിട്ട് CSBD എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. ഓക്കെ, അപ്പോൾ CSBD എന്ന് പറഞ്ഞ സൈക്കോളജിക്കൽ ഡിസോർഡർ ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഒരു 4% മുതൽ 6% വരെ വരുന്ന ആൾക്കാർക്കാണ് CSBD ഉണ്ടാകുക. സാർ, നമുക്ക് അതിനെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യാം. ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിച്ചിട്ട് സാറേ, ഇതിനകത്ത് ഇപ്പോൾ സാറ് പറയുന്ന അനുസരിച്ച്, സാറ് സൈക്കോളജിക്ക് അധ്യാപകൻ കൂടിയൊക്കെ ആയതുകൊണ്ട് കൂടി ചോദിക്കണം, ഒരാൾ റേപ്പ് ചെയ്യുന്നുള്ളത് സാറ് പറയുന്ന അനുസരിച്ചാണ് ആ പെൺകുട്ടിയെ മെന്റലി കംപ്ലീറ്റ് തകർക്കുകയാണ്. അങ്ങനെ തകർക്കുന്ന ഒരാൾ ഓറൽ സെക്സ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു എന്ന് പറയുന്നതും തമ്മിൽ ഒരു കോറിലേഷൻ ഇല്ലല്ലോ. അതിനകത്തൊരു കാര്യം പറയാം. ഈ ഒരു റേപ്പ് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും പിന്നെ ഈ റേപ്പ് വിക്ടിമിനെ കൊണ്ട് ഓറൽ സെക്സ് ചെയ്യാനായിട്ട് ഒരു കാരണവശാലും ഫോഴ്സ് ചെയ്യത്തില്ല. പക്ഷെ മെമ്മറി കാർഡിൽ അങ്ങനെയാണ്. ഇല്ല, ഈവൻ തോക്ക് ചൂണ്ടിക്കൊണ്ട്, കഴുത്തിൽ തോക്ക് വെച്ചുകൊണ്ട് ചെയ്യാൻ പോലും. എന്താ കാര്യം? ഈ ഓറൽ സെക്സിന് സമയത്ത് ഈ വിക്ടിം, കാരണം സകലത നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വിക്ടിം ഒറ്റ സെക്കൻഡ് കടിച്ചു മുറിച്ച് കളയൂലേ? ലോകത്തിൽ ഇന്ന് വരെ, കാരണം ഒരുപാട് കേസ് പഠിച്ചിട്ടുള്ളവരാണ്, ഒരുപാട് ഇപ്പോൾ സൈക്കോളജിക്കൽ ഇഷ്യൂസും ഈ പറഞ്ഞ പോലെ പെർവേഷനുള്ള ആൾക്കാരുടെ എല്ലാം. അപ്പോൾ ഈ അങ്ങേയറ്റം പെർവേഷനുള്ള കേസിൽ പോലും ഈ പറഞ്ഞ പോലെ ഈ വിക്ടിമിനെ കൊണ്ട് ഓറൽ സെക്സ് ചെയ്യിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ മ്യൂച്വൽ കൺസെന്റോട് കൂടി എനിക്കതറിയില്ല. പക്ഷെ ഓറൽ സെക്സിന് ഒരു കാരണവശാലും എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യുന്ന ഒരു കുറ്റവാളി ശ്രമിക്കില്ല. മാക്സിമം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു അമ്മേനെ, കൊച്ചിനെ എടുത്ത് പുറത്തു കൊണ്ടുപോയി കൊച്ചിനെ കൊല്ലുമെന്ന് പറയാം, ഇല്ല തോക്ക് വെച്ചുകൊണ്ട് ചെയ്യാം. ഇതിൽ എന്ത് സംഭവിച്ചാലും ശരി. അപ്പോൾ സാറിൻ്റെ മോട്ടീവ്, ഇപ്പോൾ നമ്മളിതിൽ പേര് പറയാൻ പറ്റുന്ന ഒരാൾ, ഇപ്പോൾ ദിലീപിൻ്റെ മോട്ടീവ് നമ്മൾ വല്ലാതെ സംശയിക്കുമ്പോൾ, ദിലീപിന് മോട്ടീവ് ഇല്ല, അങ്ങനെ മോട്ടീവ് ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ, പൾസർ സുനിയുടെ മോട്ടീവ് എന്തായിരിക്കും ഇപ്പോൾ ഇതിൽ? സംഘം ചേർന്നിട്ട് ഈ ഇപ്പോൾ സാറ് പറഞ്ഞു വരുമ്പോൾ മ്യൂച്വൽ കൺസെന്റോട് കൂടിയൊക്കെ ആണെങ്കിൽ പോലും സംഘം ചേർന്ന് ആളെ കൂട്ടി, ഒരു ടീമിനെ കൂട്ടി വണ്ടിയിൽ കയറ്റി ഇങ്ങനെയൊക്കെ ഈ നടു റോട്ടിലിട്ട് ഉപദ്രവിക്കുന്നതിന്റെ മോട്ടീവ് എന്തായിരിക്കും? അപ്പോൾ പണം അല്ലെങ്കിൽ പിന്നെ അല്ല പൾസർ സുനിയുടെ മോട്ടീവ് എന്ന് പറയുമ്പോഴേ, ഒരു ആളെ, അയാൾക്ക് ഫിസിക്കലി ഭയങ്കരമായ അട്രാക്ഷനുള്ള ഒരാളെ കൂടെ ആൾക്കാർ നിന്നിട്ട് നീ എന്ത് ചെയ്താലും ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് വേണമെങ്കിൽ പോയി അവരുടെ ആ ഒരു സപ്പോർട്ടുണ്ടല്ലോ, അതുകൂടാതെ ഇയാളോട് ഭയങ്കരമായ ഫിസിക്കൽ അട്രാക്ഷനുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് അങ്ങനെ ഒരു മോട്ടിവേഷൻ്റെ പേരിൽ വേണമെങ്കിൽ ചെയ്യാം, അതുണ്ടാകാം. ഞാനിവിടെ ഒരു കാര്യം പറയുക, നമ്മളിങ്ങനെ വേറൊന്നെടുത്ത് നീതിയുടെ മേഖലയിലും സൈക്കോളജിയുടെ മേഖലയിലും നിന്നിട്ട് ഞാൻ പറയുകയാണ്. ഒരു കോൺസ്പിറസി ആണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ഞാനിവിടെ ഒരു കൗണ്ടർ കോൺസ്പിറസി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലയാളത്തിലെ ഏറ്റവും കത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു നടൻ, ധാർഷ്ട്യമുണ്ടായിരുന്നു, അഹങ്കാരിയായിരുന്നു, ധിക്കാരിയായിരുന്നു, ഇതെല്ലാം ഒരുപാട് പേര് വിളിച്ചു പറയുന്നുണ്ട്. അപ്പം ഇയാളുടെ കരിയർ തന്നെ നശിപ്പിച്ച് കളയാനായിട്ട്, അപ്പോൾ ബിൽ കോസ്ബിയുടെ കേസിനകത്ത്, US ഒരു കേസാണ്, പെൻസിൽവാനിയയിലെ കേസിനകത്ത്, അവിടെ അയാളുടെ വൈഫാണ് പോയി ഒരുപാട് മൾട്ടിപ്പിൾ റേപ്സ് എന്ന് പറഞ്ഞ് ഭയങ്കരമായ ഇഷ്യൂ ഉണ്ടാക്കി, ഭയങ്കരമായിട്ട് ഇയാളെ കേസിന് അവസാനം ശിക്ഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, അപ്പോൾ അടുത്തത് ഹയർ കോർട്ടിൽ, പെൻസിൽവാനിയ സുപ്രീം കോടതി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവരതെടുത്ത് നോക്കിയിട്ട് കൊടുത്തേക്കുന്ന എവിഡൻസസ് മുഴുവൻ കള്ളമാണ്. അപ്പോൾ അക്വിറ്റ് ചെയ്തു. അപ്പം ഇവിടെ ഒരു ആദ്യമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇയാൾ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറേണ്ടത്, ഇയാളെ ഇൻഡസ്ട്രിയിൽ നിന്ന് നശിപ്പിക്കേണ്ടത് ഒരുപക്ഷെ ഒരു സംഘം ആൾക്കാരുടെ ഒരു ആവശ്യമായിരുന്നിരിക്കാം. ഇപ്പോൾ ആദ്യം പറഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ അത്രമേൽ മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ
അയാളുടെ കരിയർ മുടിക്കുക എന്ന് പറയുന്നത് ഒത്തിരി പേരുടെ ആവശ്യമായിരുന്നിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ അങ്ങനെയാണ് ഒരു കൗണ്ടർ കോൺസ്പിറസി നോക്കിക്കൂടെ? ഞാൻ ചോദിക്കുന്നത്, ഒരു സിനിമയാകുമ്പം സിനിമ ആദ്യം തുടങ്ങുന്നത് എന്താണ്? ഒരു തീമിൽ നിന്നാണ്. അത് കഴിഞ്ഞൊരു സ്ക്രീൻ പ്ലേ ഉണ്ട്. അപ്പോൾ ഇതൊരു തിരക്കഥയുടെ ഭാഗമാണെങ്കിലോ? അത് ദിലീപിന്റെ നെറേറ്റീവ് ആണല്ലോ സർ, ലേറ്റസ്റ്റ്. അല്ല ഞാൻ ചോദിക്കുന്നത്, ഞാൻ നിയമത്തിന്റെ സൈഡിൽ നിന്ന് ചോദിക്കുകയാണ്. ഇതൊരു തിരക്കഥയുടെ ഭാഗം. ഇയാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കൗണ്ടർ മോട്ടീവ് ഞാൻ പറയാം, അപാരമായൊരു കൗണ്ടർ മോട്ടീവ് പറയുകയാണ്. മമ്മൂട്ടിയെ പോലെ നിയന്ത്രിക്കുന്ന, മോഹൻലാലിനെ പോലെ നിയന്ത്രിക്കുന്ന, മലയാള സിനിമയെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന, ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെയുള്ള എന്ന് പറയപ്പെടുന്നു. കാരണം ഞാൻ ഇദ്ദേഹമായിട്ട് ഇടപെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ അയാളുടെ കരിയർ എന്നേക്കുമായിട്ട് നശിപ്പിക്കുക എന്ന് പറയുന്നത് ഈ കേസിന് ആവശ്യമായ ഒരു കൗണ്ടർ മോട്ടീവ് അല്ലേ? തീർച്ചയായിട്ടും ആണോ? സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ ഈ കോടതി പരിഹരിക്കുമ്പോൾ ഇപ്പോൾ ഈ ജഡ്ജിൽ വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ് നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഈ കേസ് വന്നപ്പോൾ അവർക്ക് വേണമെങ്കിൽ ചെന്നൈയിലേക്കോ ബാംഗ്ലൂർക്കോ ഡൽഹിയിലേക്കോ ഈ കേസ് മാറ്റണം, കാരണം ഞങ്ങളിവിടെ എല്ലാവരും അറിയപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് എന്നും പറഞ്ഞ് വേണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് കേസ് മാറ്റാൻ പറ്റുമായിരുന്നു. അത് കഴിഞ്ഞ് അപ്പം ഇങ്ങനെ ഇഷ്യൂ വരുമ്പോഴത്തേക്ക് ഒരു വിമൻ, അപ്പോൾ ഈ ജഡ്ജിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള അവരുടെ ജഡ്ജ്മെൻ്റ് എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡാണ്, ഒരു കറക്റ്റ് ജഡ്ജേ അല്ല. ഒരു കേസിനകത്ത് കേരളത്തിലെ പ്രത്യേകിച്ച് ഈ ജുഡീഷ്യറിക്കകത്ത് റെയർ ഓഫ് ദ കറപ്ഷനേ ഉള്ളൂ. വല്ല സ്വജന പക്ഷപാതമൊക്കെ ചെറുതായിട്ടൊക്കെ വരാം. അല്ല സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിന്, തമിഴ്നാട്ടിലെനിക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല, കേരളത്തിലെ ന്യായാധിപന്മാർ പൊതുവേ സർ അങ്ങയുടെ ഒരു സിസ്റ്റത്തിൽ ജഡ്ജസിന്റെ കറപ്ഷനെ കുറിച്ച് ബാരിസ്റ്റേഴ്സ് അഡ്വക്കേറ്റ്സ് പറയുമോ? അങ്ങനെയല്ല, അതുകൊണ്ടല്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ ആശ്രയിക്കാന്ന്, ഇവിടെ ആകെ നീതി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു സാധനം ഇതാണല്ലോ, ജുഡീഷ്യറിയാണ്. നമ്മളൊരു ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു ജഡ്ജിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 150 കേസൊക്കെയാണ് ഒറ്റ ദിവസം എടുത്തു വെച്ച് തീർക്കുക. ഹ്യൂമൻലി ഭയങ്കര പാടായി 150 കേസൊക്കെ ഒരു ജഡ്ജിന് വാദം കേട്ട് തീർത്ത് ഫിനിഷ് ചെയ്ത് പോകാനായിട്ട്. അത്രയും സ്പീഡിൽ പോലും പോയിട്ട് കേസ് തീരാതെ ഒരുപാട് കേസ് പുറകെ കിടക്കുകയാണ്. 44 ജഡ്ജസ് ഇരുന്നുകൊണ്ടാണ്. എന്താ വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗത്തും നീതി നടക്കുന്നില്ല. ചുമ്മാ 100 കണക്കിന് പേരെ ഇതുപോലെ കള്ളക്കേസിൽ കുടുക്കി കൊണ്ടുവരിക. ഓക്കെ, എന്തായാലും കോടതി മാറ്റാൻ പറ്റുന്നതിന്റെ സാങ്കേതിക ബുദ്ധിമുട്ട്. കോടതി സാങ്കേതികം പറഞ്ഞാൽ ഈ ഒരു ജഡ്ജിനെ എന്ത് പറഞ്ഞു മാറ്റാൻ പറ്റും? ഓക്കെ, അത് സാർ പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഈ മെമ്മറി കാർഡിൽ ഇല്ലീഗലായി ആക്സസ് 3 തവണ വന്നിട്ട് അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഒരു ചെറുവില്ല ഇറക്കാതിരുന്നുണ്ട്. ഞാനത് പറയാം. ഞാൻ ചോദിക്കട്ടെ, ഈ മെമ്മറി കാർഡിനകത്ത് ഉള്ള സാധനം മുഴുവനും അതിജീവിതയുടെ കേസ് ജയിക്കാനും ദിലീപിനെ ശിക്ഷിക്കാനും പ്രാപ്തമാന്നിരിക്കട്ടെ, 100% പ്രാപ്തമാന്നിരിക്കട്ടെ. ഓക്കെ, അങ്ങനെ പ്രാപ്തമായിട്ട് ആ ഒരു എവിഡൻസ് അല്ലേ ഉള്ളൂ അതിനകത്ത്, ആ ഒരു എവിഡൻസ് അല്ലേ ഉള്ളൂ. ആ എവിഡൻസ് ഒരു പക്ഷേങ്കിൽ പിന്നെ ഇത് നടത്തിയ ആൾക്കാർക്ക് വീണ്ടും ഇത് കാണേണ്ടതുണ്ടായിരിക്കാം, ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട് ആവശ്യമുണ്ടായിരിക്കാം. ഈ കോടതിയിൽ ബാക്കി അഡ്വക്കേറ്റ്സ് ഒന്നും അല്ലാത്ത രീതിയിൽ സമാധാനമായിട്ടിരുന്ന് നോക്കേണ്ടതുണ്ടായിരുന്നിരിക്കാം. നമുക്കവിടെ മുഖവിലേക്ക് എടുക്കുമ്പം അതിനകത്ത് അതിജീവിത പറയുന്നത് മുഴുവനും അവർക്ക് അനുകൂലമായിട്ട് ആ മെമ്മറി കാർഡിനകത്ത് ഉണ്ടെന്ന് തന്നെ വെച്ചോ. അതിനകത്ത് സംശയമില്ല. അശ്വിൻ്റെ കംപ്ലീറ്റ് അതിനകത്തുണ്ട്. അത് മുഴുവനും ദിലീപിനെതിരാണ് എന്ന് തന്നെ നമ്മൾ മുഖവിലേക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ അത്രയും ഉള്ളെങ്കിൽ പിന്നെ ആ ഒരു സാങ്കേതിക വീണ്ടും അത് പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ അവരുടെ ജുഡീഷ്യൽ കസ്റ്റഡിയിലിരിക്കുന്ന ഒരു സാധനം ജുഡീഷ്യറിക്ക് പരിശോധിക്കാമല്ലോ പലപ്പോഴും. പിന്നെ തന്നെയാണ് ജഡ്ജിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് വേണമെങ്കിൽ ടെക്നിക്കലി ഇതാരാ ഹോൾഡ് ചെയ്യുന്ന ആളിത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ചിലപ്പോൾ ഒരു മെമ്മറി കാർഡ് ചിലപ്പോൾ ഇട്ടിട്ട് പിന്നെ നോക്കുമ്പോഴത്തേക്ക് അത് വർക്ക് ചെയ്തില്ല എന്ന് വരും. അത് വളരെ സാങ്കേതികമാണ്, ഇതിനകത്ത് ഇറലവൻറ്റുമാണ്. കാരണം വെച്ചാൽ അതിനകത്തുള്ളത് മാക്സിമം എവിഡൻസ് പിന്നെ അതിജീവിതയ്ക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളാണെന്ന് വെച്ചാൽ തന്നെ അതിനകത്ത് ഈ പറയുന്ന ആരോപിതൻ ദിലീപ് എന്ന് റേപ്പ് ചെയ്ത രംഗം എന്തായാലും ഇല്ലല്ലോ അല്ലേ? മറ്റൊരു ആക്സസ് ചെയ്ത എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഈ മോട്ടീവായിട്ട് നോക്കുമ്പോൾ ഇവിടെ മോട്ടീവാണ് ഇഷ്യൂ. മോട്ടീവ് ഡേ 1 വെച്ചിട്ട് ഈ കേസിനകത്ത് മോട്ടീവ്. അപ്പം ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. വെച്ചാൽ ഇത് ഫ്രെയിംഡ് കേസാണെങ്കിൽ അവർക്ക് ഫ്രെയിംഡ് കേസിനകത്ത് മോട്ടീവ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഫ്രെയിം ചെയ്ത കേസിനകത്ത്. അപ്പോൾ ഞാനൊരു കൗണ്ടർ മോട്ടീവും പിന്നെ കൗണ്ടർ കോൺസ്പിറസി തിയറിയും പറയുകയാണ്. അതിശക്തനായ ഈ ഒരു മനുഷ്യൻ കാരണം മലയാള സിനിമയിൽ വേറെ ഒന്നും നടക്കത്തില്ല. ചക്രവർത്തി ഇയാൾ പറയുന്നത് മാത്രമേ അവിടെ നടക്കുകയുള്ളൂ.
അപ്പോൾ ഇയാൾ എത്രമാത്രം ഇവിടെ ഡിറ്ററൻ്റ് ആണോ അത്രയും അവിടെ മോട്ടീവാണ്, കാരണം അയാൾ ഇല്ലാതാക്കുക എന്ന് പറയുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആര് വേണമെങ്കിലും കൂടെ ഞാൻ പറയുന്നു, ഞാൻ ഒരു പക്ഷം പിടിച്ചിട്ട് പറയുകയല്ല, ഇതിനൊരു കൗണ്ടർ മോട്ടീവ് ആയിക്കൂടെ? അല്ല, ഒരു മാഡം ഉണ്ടെന്ന് വെച്ചാൽ സപ്പോസ് ഇവിടെ മാഡം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. മാഡത്തെ കുറിച്ച് അല്ലെ മാഡത്തിലേക്ക് അന്വേഷണം എങ്ങോട്ടും പോകുന്നില്ല. പോകാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് കോടതിയിൽ ഇവരുടെ ഫോൺ ഡീറ്റെയിൽസ് പോലും എന്താ വ്യക്തമാക്കുന്നതെന്ന് ചോദിച്ചാൽ പറയാം അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറണ്ടെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ അപ്പോഴും ഈ പ്രോസിക്യൂട്ടർ ഈ മാഡത്തിലേക്ക് അന്വേഷണം എത്തിച്ചില്ല, അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ കോടതിയിൽ അറിയിച്ചില്ല. അങ്ങനെയുള്ളൊരു മാഡത്തിൻ്റെ ഉദ്ദേശം ഈ പറയുന്ന ദിലീപിനെ ഒന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ദിലീപിനെ ഉൾപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് അവർക്ക് എന്തെങ്കിലും ഒരു വ്യക്തിപരമായ താല്പര്യം ഉണ്ടെന്ന് വെച്ചു. ആ വ്യക്തിപരത്തിൻ്റെ താല്പര്യത്തെ അനുസരിച്ച് ഇവരെ റേപ്പ് ചെയ്യേണ്ട, വേറെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചാൽ മതിയല്ലോ. ഒന്നുകിൽ ചിലപ്പോൾ നേക്കടാക്കി നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് തന്നാൽ മതി, അങ്ങനെ എന്തെങ്കിലുമാണ് ഉദ്ദേശമെങ്കിലും ഈ പ്രതി അവളെ റേപ്പ് ചെയ്യുകയും ചെയ്തതാണെങ്കിലും അങ്ങനെ ഒരു നീക്കം നടന്നുകൂടെ? അങ്ങനെ നടക്കാം. അപ്പം മറ്റവരുടെ ഉദ്ദേശം വേറെ, ഇവ ചെയ്തവൻ്റെ ഉദ്ദേശം വേറെ, രണ്ടും രണ്ടായില്ലേ? പക്ഷേ ലക്ഷ്യം കൃത്യമായിട്ട് ദിലീപിനെ തലയിൽ കൊണ്ടുവന്ന് എത്തിക്കാൻ സാഹചര്യം അനുസരിച്ച് ഒരു പ്ലാനും തയ്യാറാക്കാൻ പറ്റി. ഇവിടെ ഈ രണ്ട് കാര്യം എടുക്കുമ്പോൾ, ഒന്ന് അതിജീവിതയ്ക്ക് അനുകൂലമായിട്ട് നമ്മളൊരു മോട്ടീവ് എടുക്കുമ്പോൾ മോട്ടീവ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. ഒരു കൃത്യമായൊരു മോട്ടീവ് എത്രയൊക്കെ ആൾക്കാർ എത്ര ചർച്ച ചെയ്താലും ഒരു മോട്ടീവ് കണ്ടെത്താൻ പറ്റുന്നില്ല. പക്ഷേ ഇതിലെ പ്രതിയെ നശിപ്പിക്കാനായിട്ടൊരു കൗണ്ടർ മോട്ടീവ് പറയുവാണെങ്കിൽ ഭയങ്കര സ്ട്രോങ് മോട്ടീവാണ്. അയാൾ കാരണം മലയാള സിനിമയിൽ പല ആൾക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അയാൾ അവിടെ തീർന്നേ പറ്റുള്ളൂ. അപ്പോൾ ഒരു കൗണ്ടർ മോട്ടീവ് സാധ്യത ഭയങ്കര കൂടുതലാണ്. ഞാൻ സൈക്കോളജിയാണ് പറയുന്നത്. കൗണ്ടർ മോട്ടീവ് ഭയങ്കരമായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇങ്ങനെ ഒരു കാശ് കൊടുത്ത് കൊട്ടേഷൻ കൊടുത്ത ഒരാളെ റേപ്പ് ചെയ്തുകൊണ്ട് അതിലൂടെ നേടാൻ പറ്റിയൊരു നേട്ടമില്ല. ഒരു ദേഷ്യമൊക്കെ വരാം, സ്പർദ്ധ വരാം, കുശുമ്പ് വരാം. പക്ഷേ ഈ കാശ് കൊടുത്തൊരു നേടാൻ പറ്റിയൊരു കാര്യം ഇതിനകത്തില്ല. അല്ല സർ, ഈ വലിയ മനുഷ്യരുടെ അല്ലെങ്കിൽ ആവശ്യത്തിലേറെ സമ്പത്തും ഫെയിമും ഒക്കെ ഉള്ള മനുഷ്യരുടെ കൊച്ചു പ്രതികാരത്തിന് പോലും അവർ വലിയ വില കൊടുക്കും. അല്ല, അതെങ്ങനെയാണെന്നറിയോ? നമ്മളൊക്കെ ഈ മെൻ്റൽ ഫ്രെയിമുണ്ട് എല്ലാവർക്കും. ഈ നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്ന ആക്ച്വലി വളർന്നു വരുമ്പോഴത്തേക്ക് ഒരു മെൻ്റൽ ഫ്രെയിം ഉണ്ടായി വരിക. അപ്പോൾ ഈ നമ്മുടെ ഉള്ളിൽ തന്നെ ആരും പഠിപ്പിക്കാതെ തന്നെ ധർമ്മവും അധർമ്മവും ഉണ്ട്, നന്മയും തിന്മയുണ്ട്. അപ്പം ഈ ശരിക്കും ഒരു ഡിസോർഡർ ഇല്ലാത്ത ഒരാളിന്, ഇതുവരെ ഹിസ്റ്ററിയിൽ ഒരു ഡിസോർഡർ, സൈക്കോളജിക്കകത്ത് ഒരു ഡിസോർഡറും ഇല്ലാത്ത ഒരാളിന് ഇങ്ങനെ പോയി ഒരു പ്രതികാരം ചെയ്യാൻ പറ്റത്തില്ല. ഏതാ ഇങ്ങനെ പോയിട്ട് ഒരു പ്രതികാരം ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഈ ആളുകൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ പ്രതികൾക്കൊന്നും യാതൊരു മെന്റൽ ഡിസോർഡറും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു പ്രീ അസംപ്ഷൻ അല്ലേ? അല്ലാതെ ടെസ്റ്റിഫൈഡ് അങ്ങനെ അല്ല. ഇപ്പൊ ഇവര് പറയുന്നത് നമുക്കൊരു പബ്ലിക് ഫിഗർ ആണെങ്കിൽ അവരെ കുറിച്ച് നമുക്ക് എല്ലാം അറിയാമല്ലോ, ട്രാൻസ്പെറന്റ് ആണല്ലോ. മറ്റു പ്രതികളെ നമുക്ക് അറിയത്തില്ലാത്തതുള്ളൂ. ഇതിൽ പറയുന്ന എല്ലാവരും നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ്. ആ ആൾക്കാർക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിസോർഡർ കാണാനായിട്ട് ഇല്ല. ഒരു ഡിസോർഡർ, അപ്പൊ ഒരു ഡിസോർഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു സാധനം വരുള്ളൂ. ഈ കേസിന്റെ അപ്പീൽ സാധ്യതകൾ എന്താ? അപ്പീൽ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇത് പൂർണ്ണമായിട്ട് വാദം കേട്ട് എല്ലാ കാര്യങ്ങളും നല്ല ജസ്റ്റായിട്ടൊരു ജഡ്ജാണ്. എല്ലാ വാദങ്ങളും കേട്ട് രണ്ട് സൈഡിലും കേട്ട് ഈ പ്രോസിക്യൂഷൻ കൊടുക്കാൻ പറ്റിയതെല്ലാം കൊടുത്തു, അങ്ങേയറ്റം വരെ കൊടുത്തു. അത് ഓരോന്നും വാലിഡേറ്റ് ചെയ്തുകൊണ്ട് ഇല്ല ഇൻവാലിഡേറ്റ് ചെയ്തുകൊണ്ട് ആർഗ്യുമെൻറ്റ് നടന്നു. ഇത് ശരിക്കും എല്ലാ അഡ്വക്കേറ്റ്സും ജസ്റ്റിസ് ഓഫ് ദ കോർട്ടാണ്. അവരുടെ മുന്നേ വെച്ചാണ് ഈ വാദം നടക്കുന്നത്. ആ വാദം നടന്നു കഴിഞ്ഞിട്ട് ഫൈനലി കൺക്ലൂഡ് ചെയ്തു. അപ്പോൾ ജഡ്ജി എഴുതും, ഞാൻ ഇന്നത് സ്വീകരിച്ചു, ഇന്ന കാര്യം കൂടി ഇന്നത് സ്വീകരിച്ചു, ഇന്ന വാദം ഞാൻ സ്വീകരിച്ചു, ഇന്ന വാദം സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവിടെ ഈ ഒരു മോട്ടീവ് കാണുന്നില്ല. ആ മോട്ടീവ് ഇല്ലാതെ ജഡ്ജിന് ഒരു കാരണവശാലും ഇതിലൂടെ ശിക്ഷിക്കാൻ പറ്റില്ല. ശരി, അപ്പീൽ കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. അപ്പീലിനകത്ത് ഒന്നാമത്തെ കാര്യം, ഹൈക്കോടതിക്കകത്ത് ഒരു കക്ഷിക്കോ സാക്ഷിക്കോ കയറാൻ പറ്റത്തില്ല. ഒരു ട്രയൽ ഇല്ല, വിസ്താരമില്ല. യെസ്, അത് പറഞ്ഞപ്പോഴാണ് അതിജീവിത പറയുന്ന ഒരു പ്രധാനപ്പെട്ട റിക്വസ്റ്റ് പരിഗണിക്കാതെ പോയി. ഓപ്പൺ കോർട്ടിൽ വിചാരണ വെക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഡിനൈ ചെയ്തത്? ഈ രണ്ട് കക്ഷിക്കും വേണമെങ്കിൽ ആവശ്യപ്പെടാമല്ലോ അത് ഇൻ ക്യാമറ വേണമെന്ന്. കാരണം എന്നറിയോ, ഓപ്പൺ കോർട്ടിൽ അതിനകത്ത് എനിക്ക് തോന്നുന്ന ഇൻവെസ്റ്റിഗേഷൻ മുതലേ വലിയ പ്രശ്നമുണ്ട്.
സാധാരണഗതിയിൽ പിന്നെ ഈ ഈ പലപ്പോഴും ചോദ്യം ചെയ്യാനൊക്കെ നാട്ടിൻപുറത്ത് വിളിച്ചുകൊണ്ട് വരുന്ന കൊലയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം പോലീസ് ചെയ്തിട്ട് അവർക്ക് തലയിലൊരു തുണിയിട്ട് മാസ്ക് ചെയ്യും. മാസ്ക് ചെയ്തിട്ടാണ് വണ്ടിയെ കയറ്റിക്കൊണ്ടിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളതിൻ്റെ പ്രതിയൊന്നും അല്ല, ഇയാളെ നാളെ കല്ലെറിയല്ലോ, ജനങ്ങൾ കല്ലെറിയലല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ മാസ്ക് ചെയ്തിട്ടാണ് പോലീസ് ആസ്ഥാനത്തേക്ക് അവരെ കൊണ്ടുവരികയും ക്വസ്റ്റ്യൻ ചെയ്യുകയും തിരിച്ചു വിടുകയും ചെയ്യുന്നത്. അപ്പോൾ ആരെയാണ് കൊണ്ടുവന്നതെന്ന് അറിയാൻ പറ്റില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ആദ്യം മുതലേ ഈ ദിലീപ് എന്ന് പറഞ്ഞ ആളെ അങ്ങ് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മീഡിയയും എല്ലാം കൂടി ഭയങ്കര ആൾക്കൂട്ടം കൂടുകയാണ്. അപ്പം ഇതൊരു ഓപ്പൺ കോർട്ടാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ കോർട്ടിൽ വരുമ്പോഴത്തേക്കും പത്രക്കാർക്കും ബാക്കി എല്ലാവർക്കും കൂടെ ട്രയൽ കോർട്ടിൽ കയറാം. ഹൈക്കോടതിയിൽ കയറാൻ പറ്റത്തില്ല, ട്രയൽ കോർട്ടിൽ എല്ലാവർക്കും കയറാം. അപ്പോൾ ഈ ഓപ്പണായിട്ട് വിസ്തരിക്കപ്പെടുമ്പം അയാൾക്കുണ്ടാകുന്ന മാനഹാനിയും ബുദ്ധിമുട്ടും വെച്ചുകൊണ്ട് അത് നിയമം നടന്നാൽ മതിയല്ലോ. അതുകൊണ്ട് അവിടെ അങ്ങനെ ആവശ്യപ്പെടാം. എന്തായാലും ഇപ്പോൾ അവിടെ ചെയ്യേണ്ടിയിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ചെയ്യേണ്ടിയിരുന്നത് ഈ കേരളത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് ബാംഗ്ലൂരോ ഡൽഹിയോ മാറ്റാൻ പറ്റും അല്ലേ, നമ്മുടെ സിറ്റി മാറ്റാൻ പറ്റുമായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞൊരു കാര്യം, അങ്ങനെ ഒരു ജഡ്ജിനെ നമ്മൾ നിയമിച്ച് പിന്നെ ഒത്തിരി മുന്നോട്ട് പോയതിനു ശേഷം ഇടയ്ക്ക് വെച്ച് ഹൈക്കോടതിക്ക് തോന്നുവാണ് ഒരു വലിയ ഇൻജസ്റ്റിസ് നടന്നെങ്കിൽ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, സോഫാർ അപ്പോൾ എക്സ്പേർട്ട് എന്ന നിലയിൽ സാറിനോട് ഞങ്ങൾക്ക് ഇപ്പോൾ അവസാനമായിട്ട് ചോദിക്കാൻ തോന്നുന്നത്, ഈ കേസിൽ അതിജീവിതയ്ക്ക് കിട്ടാവുന്ന പരമാവധി നീതിയാണ് ഇപ്പോൾ കിട്ടിയത് എന്നാണോ സാർ വിശ്വസിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, അതിനകത്ത് അവരെ റേപ്പ് ചെയ്തു എന്ന് പറയുന്നതിനും അതിന് കൂട്ടുനിന്ന് നേരിട്ട് സഹായം കൊടുത്ത ആൾക്കാരെയൊക്കെ ശിക്ഷിച്ചല്ലോ. ഒരു സംഭവം ശിക്ഷിച്ചു. പക്ഷെ അതുപോലും ഏറ്റവും മിനിമം ആണെന്ന് വാദവും എങ്ങനെയാണ്? അങ്ങനെയല്ല, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ശിക്ഷ കൊടുക്കുമ്പോഴത്തേക്കും പിന്നെ ഒരു ലീഗൽ തിയറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റിഫർമേറ്റീവ് തിയറി ഉണ്ട്. ഒരു കുറ്റവാളിയുടെ പുറകിൽ അവരൊരു കുഞ്ഞു മുതൽ വളർന്നു വന്നിട്ടുള്ള കാലഘട്ടമൊക്കെ ഉണ്ട്. അവനെ ഒരു രോഗിയായിട്ട് വേണം ജഡ്ജും കോടതിയും നിയമസംഹിതയും ഒരു രോഗിയായിട്ട് വേണം ട്രീറ്റ് ചെയ്യണം. അപ്പൊ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള സംഭവം കൊടുക്കണം. പക്ഷേ ഈ കേസിലെ മെറിറ്റ് ഞങ്ങൾ നേരത്തെ വിലയിരുത്തിയത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ പബ്ലിക് ഒപ്പീനിയൻ ജഡ്ജ്മെന്റിനെ ബാധിച്ചില്ല, അങ്ങനെ ഉണ്ടല്ലോ, അത് പോസിറ്റീവായൊരു കാര്യമാണ്. കോടതിയോട് നമുക്ക് ബഹുമാനം തോന്നുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു മാസ് ക്രൈം എന്നല്ലോ, ഒരു ജോയിന്റ് ക്രൈം ആണല്ലോ. ജോയിന്റ് ക്രൈമിലെ ഓരോ ചെറിയ പാർട്ടിസിപ്പന്റിന് പോലും ഈക്വൽ പണിഷ്മെന്റ് കൊടുത്തു. പോസിറ്റീവായ കാര്യമാണ്. അത് രണ്ടും അല്ലെ അഭിനന്ദിക്കേണ്ട ഒരു കേസാണ്. നിയമത്തിനകത്ത് പഴയൊക്കെ കേസിനകത്ത് 3 പേര് പോയി ഒരു കവർച്ചയ്ക്ക് പോവുകയാണ്, മോഷ്ടിക്കുകയാണ് അവരുടെ ഉദ്ദേശം. അപ്പൊ അങ്ങനെ അവർ പോയപ്പം ഒരാൾ ആരെങ്കിലും വരുന്നുണ്ടോന്നോ നോക്കും പുറത്ത്. അപ്പോൾ ഒരാൾ പുറത്ത് നിൽക്കുക. അപ്പം അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കോമൺ ഇന്റൻഷൻ, സെക്ഷൻ 34 കോമൺ ഇന്റൻഷൻ എന്ന് പറയുന്നത് മോഷണമാണ്. പക്ഷേ അകത്ത് കയറിയ ആൾ മോഷ്ടിച്ചു. അപ്പോൾ ഒരു യുവതിയാണ്. അപ്പോൾ അവന് ഇവരെ റേപ്പ് ചെയ്യണമെന്ന് തോന്നി. റേപ്പ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത് തെളിവ് നശിപ്പിക്കാനായിട്ട് അവരെ കൊല്ലുകയും ചെയ്തു. അപ്പോൾ അത് ട്രയൽ നടത്തുമ്പോൾ ഈ പിന്നെ പുറത്തുനിന്നില്ല അയാൾക്കും ഈക്വലന്റ് ആയിട്ട് ശിക്ഷ കൊടുക്കണം. അതാണ് നിയമത്തിന്റെ തിയറി, അങ്ങനെയാണ്. പക്ഷെ മുമ്പ് അങ്ങനെ അല്ലാതെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ശിക്ഷ കൊടുക്കുമ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ കഠിന തടവ്, മറ്റേ ആൾക്ക് ഇത്ര ചെറിയ ആൾക്ക് ഇളവ്, അങ്ങനെയൊക്കെ അയാളുടെ ഇൻവോൾവ്മെന്റിന്റെ ഇന്റൻസിറ്റി വെച്ചിട്ടാണ്, എത്രമാത്രം അയാളുടെ ഇൻവോൾവ്മെന്റിന്റെ ഇന്റൻസിറ്റി. അല്ല, ഇതിലേതായാലും ഈക്വലി ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് പരിഗണിച്ച് തന്നെ ശിക്ഷ കൊടുത്തു. ഈ ജഡ്ജ്മെന്റിനകത്ത് നമുക്ക് അങ്ങനെ ഒരു കുറ്റം കാണാൻ പറ്റുന്നില്ല. സാറിപ്പിന് കുറച്ച് വിശ്വസിക്കുന്നു ഇതിനകത്തൊരു കൗണ്ടർ കോൺസ്പിറസി. എനിക്ക് കൂടുതലും തോന്നുന്നത് ഇതിന് ശേഷവും ഒരു വലിയ കാമ്പയിനിങ് നടക്കുന്നുണ്ട്. ഡ്യൂറിങ് ദ ട്രയൽ ആൻഡ് ആഫ്റ്റർ ദ ട്രയൽ, ആഫ്റ്റർ ദ കൺവിക്ഷൻ, കാരണം വെച്ചാൽ കുറ്റവാളികളെ ശിക്ഷിച്ചു. പക്ഷേ ഉദ്ദേശിക്കപ്പെട്ട അയാൾ മാത്രം ശിക്ഷിക്കപ്പെട്ടില്ല. ടാർഗറ്റ് ചെയ്യപ്പെട്ട ഒരാൾ ശിക്ഷിക്കപ്പെട്ടില്ല. അപ്പൊ അതിനെതിരെ അതുകൊണ്ട് തന്നെ ഒരു വലിയ കാമ്പയിനിങ്. ആ ക്യാമ്പയിൻ ഉണ്ടാക്കാവുന്ന ഒരു അപകടം നമ്മുടെ ലോ ആൻഡ് ഓർഡറിലും നീതിന്യായ സംവിധാനത്തിലൊക്കെ വരാൻ പോകുന്നത് സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് സ്റ്റാറുകളാണ്, ഇതിനപ്പുറത്ത് സ്റ്റാർസ് ആണല്ലോ എല്ലാവരും. വിക്ടിമും സ്റ്റാറാണ്, അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളും പ്രധാനപ്പെട്ട സ്റ്റാറാണ്. അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കോടതി വിധിക്ക് ശേഷവും നമ്മുടെ കോടതികളെ ചോദ്യം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അല്ല, അതെനിക്ക് തോന്നുന്നത് ഇതിപ്പം ആക്ഷൻസ് ഇപ്പം നടന്നിട്ടല്ലേ ഉള്ളൂ. അപ്പം ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ജഡ്ജ്മെന്റിനെ നേരിട്ട് കോടതിയെ വെല്ലുവിളിച്ചേക്കുന്ന ആൾക്കാർക്കെതിരെ കേസുണ്ടാവും. യെസ്, അത് അടിയന്തരമായിട്ട് ഉണ്ടായില്ലെങ്കിൽ കേസുണ്ടാവും.
കോടതികളെ. കാരണം അത് വേണ്ടതല്ലേ, അത് വേണ്ടതാണ്. കാരണം വെച്ചാൽ ആ ജഡ്ജിന്റെ പുറകോട്ടുള്ള ജഡ്ജ്മെന്റുകളിലൊന്നും ഒരു പിന്നെ ഇൻജസ്റ്റിസ് ഉള്ളൊരു ജഡ്ജ് അല്ല. മോശമായിട്ട് വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു ജഡ്ജാണ്. കമ്പൽസീവ് സെക്ഷൽ ബിഹേവിയറൽ ഡിസോർഡർ, കമ്പൽസീവ് സെക്ഷൽ CSBD, അതെ അല്ലേ? കമ്പൽസീവ് സെക്ഷൽ ബിഹേവിയറൽ ഡിസോർഡർ. ഡിസോർഡർ ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏർലി ചൈൽഡ്ഹുഡിൽ ഈ പിന്നെ പയ്യന്മാരെയൊക്കെ പിടിച്ച് ആണും പെണ്ണും ഈ പറഞ്ഞ പോലെ സെക്ഷൽ മിസ്യൂസ് ചെയ്തതിൽ നിന്നാണ് ഏറ്റവും കൂടുതലുണ്ടാകുന്നത്. 3-4 കാരണങ്ങളുണ്ട്. അപ്പോൾ സെക്ഷൽ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇവർക്ക് ഈ ഒരു ആളുമായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്തതിന് ശേഷം അടുത്ത ഒരാളെ കിട്ടുമ്പോൾ ഒരു ഇമ്പൾസസ് ഇങ്ങനെ വരിക, ഭയങ്കരമായിട്ട് അത് കെയർ ചെയ്ത് ചെയ്യാനായിട്ടുള്ള ഇമ്പൾസ് വരുവാണ്. അപ്പോൾ ഇമ്പൾസ് വന്ന് അത് കൂടുതൽ ഈ കൺസെൻറ്റ് വാങ്ങിച്ചുകൊണ്ടുള്ള സാധനം തന്നെയായിരിക്കും. വീണ്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പൾസ് ഇങ്ങനെ വരുവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോടതി ഒത്തിരി പേരുണ്ട്, ലോകത്തിൽ ഒരുപാട് പേരുണ്ട്. ഈ വേറൊരു കാര്യം, ഈ അസുഖമുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് മാഗ്നറ്റിസമാണ്. ഒരു ഭയങ്കര ഭരണാധികാരികൾ വലിയ നിലയിലെത്തും ഈ സംഭവം കൺട്രോൾ ചെയ്ത്. അപ്പോൾ എന്താ വെച്ചാൽ കോടതികൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തമായിട്ട് ഇവർക്ക് തെറാപ്പി ചെയ്യും, സൈക്കോളജിസ്റ്റിൻ്റെ തെറാപ്പിയും കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ടാബ്ലറ്റ് സൈക്കാട്രിസ്റ്റിനെ കൊണ്ടും കൊടുപ്പിക്കും. അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു കാര്യം ഞാനിത് പറയാം. അപ്പോൾ അത് അങ്ങനെ നമുക്കൊരു വലിയ മിസ്റ്റേക്ക് ഉണ്ട് നമ്മളിതിനകത്ത്. അപ്പം ഈ സംഭവമാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് അയാളൊരു തെറാപ്പി എടുത്ത് അയാളൊരു ചികിത്സ തേടിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ആൾക്കാരൊന്നും അയാൾക്കെതിരെ ഇത് വരത്തില്ല. കാരണം ഒരു രോഗിയല്ലേ, ക്യാൻസർ രോഗിയെ കല്ലെറിയാൻ പറ്റുമോ? ഒരു രോഗി ഇത് നമുക്ക് ഇന്ത്യൻ പോപ്പുലേഷനകത്ത് ഒരു 4 മുതൽ 6 വരെ % ആൾക്കാർക്കുണ്ട്. അപ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന വേറെ അസുഖമാണ് ഈ ഹൈപ്പർ സെക്ഷുവാലിറ്റി. അതൊരു 10% വരെ ആൾക്കാർക്ക് വരും. ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ അസുഖം ഈക്വലാണ്. ഇതേ അസുഖം പെണ്ണുങ്ങൾക്ക് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ സോഷ്യൽ സിറ്റുവേഷൻ കൊണ്ട് ഇത് പുറത്തു വരാത്തതാണ്. അപ്പം 100 കണക്കിന് ഇൻ്റർനാഷണൽ സെലിബ്രിറ്റീസ് ഉണ്ട് ഈ ഇഷ്യൂടെ. അത് ഓപ്പണായിട്ട് സംസാരിച്ചിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോവുകയാണെന്ന് പറഞ്ഞു ഓപ്പണായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ അസുഖങ്ങളുണ്ടെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കണം, അതിൽ കൂടെ ഇമ്പൾസസ് കൺട്രോൾ ചെയ്യണം എന്ന് ഓപ്പണായിട്ട് സംസാരിച്ച് ഡബിൾ അക്കാഡമി കിട്ടിയ നടന്മാരൊക്കെ ഉണ്ട്. ഞാൻ വേണേൽ പറയാം, ഇപ്പോൾ കുറിച്ച് വെച്ചിട്ട് ചോദിക്കാമോ? ചോദിക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന കോർട്ടിൽ നിന്നല്ല ഇതങ്ങ് പോവുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോയി പിന്നെ ഈ ഇന്നലെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിനകത്ത് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഓരോ സാധനം വരുമ്പോൾ എനിക്ക് ഇപ്പം റോബിൻ വന്നിരുന്ന ക്ലാസ്സിനകത്ത് അപ്പോൾ ചോദിച്ചു രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാ കേരളത്തിലെ പല ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ആൾക്കാരാണ്. രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, അയാൾക്കെതിരെ ആരും കൈപൊക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് മുഴുവൻ അയാളുടെ പോപ്പുലാരിറ്റി കൂട്ടുക. പിന്നെ ഒരു സംഭവം, ഒരു യുണീക്കായിട്ടുള്ളൊരു സാധനം അയാൾ ചെയ്യുന്നുണ്ടല്ലോ, അയാൾ ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല, നിശബ്ദനായി മച്ചുവേർഡായിട്ട് നേരിടും. അതുമൊക്കെ ഭയങ്കര പോയിന്റാണ്. അപ്പോൾ ഈ CSBD അത് ആണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി. അയാളുടെ ബിഹേവിയർ എല്ലാം കണ്ടിട്ട് അവരെ ബന്ധപ്പെട്ട് ശ്രീലമ്പടൻ എന്നുള്ളതല്ല, CSBD ഡിസോർഡർ, ഇറ്റ്സ് എ ഡിസോർഡർ. ക്യാൻസർ വന്നാൽ നമ്മൾ മുഖ്യമന്ത്രിക്ക് അതിന്റെ ശരിയായ പേര് പറഞ്ഞു കൊടുക്കണം. അതെ സാർ, ഈ വിഷയം നമുക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട സന്ദേഹം അപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. ഇതിൽ ഈ പ്രോസിക്യൂട്ടർമാർ സ്വയം മാറിപ്പോയി അല്ലെങ്കിൽ എന്നൊക്കെയാണല്ലോ. എന്നാൽ ഏറ്റവും ഏബിളായ ഏത് കോൺസ്പിറസിയും തെളിയിക്കാൻ കഴിയുമായിരുന്ന പ്രോസിക്യൂട്ടേഴ്സ് നമുക്ക് ലഭ്യമാണല്ലോ, സർക്കാരിനെ നിയമിക്കാമായിരുന്നല്ലോ. എന്താണ് സർക്കാർ ചെയ്യാതിരുന്നത്? ഇത് വേറൊരു കാര്യമാണ്. ഇന്നിപ്പോൾ കേരളത്തിൽ കിട്ടുന്ന എത്ര കഴിവുള്ള ആളെ ഏത് പ്രോസിക്യൂട്ടറെ കൊണ്ടുവന്നാലും, ഇനി തന്നെയല്ല നമ്മൾ സുപ്രീം കോടതിയിൽ നിന്ന് ഇറക്കുമതി ചെയ്താലും, ഈ ഇല്ലാത്ത മോട്ടീവ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? ജഡ്ജ്മെന്റ് ഇത് തന്നെയായിരിക്കും. ആരെ നിയമിച്ചാലും ഗവൺമെന്റിന്റെ കുറ്റമല്ല, ആരെ നിയമിച്ചാലും ജഡ്ജ്മെന്റ് ഇത് തന്നെയായിരിക്കും. കാരണം എന്താ, ഇവിടെ ഒരു മോട്ടീവ് കാണാൻ പറ്റുന്നില്ല. ജഡ്ജ്മെന്റ് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് മോട്ടീവ് പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്കൊരു ധർമ്മബോധമില്ലേ? അപ്പൊ അതാണ് ഇതിനകത്തെ കാര്യം ഇരിക്കുന്നത്. ഈ കോടതിക്ക് പുനരന്വേഷണം നടത്താനായിട്ട് നിർദ്ദേശം കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഇല്ല, ഈ കേസ് അത് കൺക്ലൂഡഡ് ആണ്. ആണല്ലേ. പിന്നെ ആ വിധിയിൽ എന്തെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടോ, അതിനകത്ത് ആഡ് ചെയ്യാനുണ്ടോ? അത് മാത്രം. ഈ വിധിക്കകത്ത് പ്രധാനമായിട്ട് എന്തെങ്കിലും എറർ ഉണ്ടോ, മിസ്റ്റേക്ക് ഓഫ് ലോ ഉണ്ടോ, ക്വസ്റ്റൻ ഓഫ് ലോ ഉണ്ടോ എങ്കിൽ മാത്രം അത് മാത്രമാണ് ഹൈക്കോടതി ചർച്ച ചെയ്യുന്നത്. അല്ലാതെ അവിടെ വിധി ചെയ്യത്തില്ല. ഇനി
അതിനകത്തും ഹൈക്കോടതി വിട്ടുപോയ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സുപ്രീം കോടതി പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ആളുകൾ കോടതി വിധിയെ പരസ്യമായി ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഇവർക്കെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ ഉറപ്പായിട്ടും ആക്ഷൻ ഉണ്ടാകും. അവർക്കെതിരെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഈ അജ്ഞന്റെ ആത്മവിശ്വാസം എന്ന് പറഞ്ഞൊരു തിയറി പറഞ്ഞല്ലോ, സൈക്കോളജി തിയറി പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ഇതാണ്, അവർ അതിൽ എക്സ്പേർട്ട് അല്ല. അപ്പോൾ അത് പക്ഷേ അവർ ഓവർ കോൺഫിഡൻറ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നാളെ ഇതുമായിട്ട് പറഞ്ഞ ഒരുപാട് പേര് മിസ്ലീഡ് ചെയ്യപ്പെടും, പണിഷ് ചെയ്യപ്പെടും. ഭാഗ്യലക്ഷ്മി ഉറപ്പായും കൊടുങ്ങും എന്നതാണ് സാറ് കൃത്യമായിട്ട് പറഞ്ഞു വരുന്നത്. ഉറപ്പായിട്ടും അതങ്ങനെ പറയാൻ പാടില്ല. പറയാൻ പാടില്ല. തന്നെ ഇത് മുഴുവൻ സ്കാൻഡലൈസ് ചെയ്ത ഒരു അഡ്വേഴ്സ് പ്രൊപ്പഗൻഡ, അത് തന്നെയാണ് എനിക്ക് കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് തോന്നുന്നത്. അഡ്വേഴ്സ് പ്രൊപ്പഗൻഡ ഒത്തിരി വരുന്നു. കാത്തിരിക്കാൻ സംഭവിക്കുന്നു.